ഇന്നൊരു അടിപൊളി വീട് കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ്. ഇത് കണ്ട, ഈ വീടിൻ്റെ റൂഫിങ്ങിൻ്റെ അവസ്ഥ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് പറയാനുള്ളതും കൂടി നമ്മൾ പറയാം. ഇപ്പോൾ ഈ വീടിൻ്റെ റൂഫ് ചെയ്തിട്ട് നിലവിൽ 10 വർഷമൊന്നും ആയിട്ടില്ല. അപ്പം വീടിന് മുകളിൽ ഇതുപോലെയുള്ള ഷീറ്റ് ഇട്ട് വെക്കുമ്പോൾ ഇതുപോലെയുള്ള മണ്ടത്തരങ്ങളൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രദ്ധിക്കുക. അപ്പം 10 വർഷമൊന്നും തികയുന്നതിന് മുമ്പ് തന്നെ ഇത് കാണുന്നതിനെക്കാട്ടും അടുപ്പിച്ച് ഞാൻ അധികം അടുപ്പിച്ച് എടുക്കാനാണ്. കാരണം ഷീറ്റിൻ്റെ കമ്പനി ഏതാണെന്നൊന്നും നമ്മൾ പറയുന്നില്ല. അപ്പം കമ്പനിക്കാരെ പറയുന്നത് അവർക്കൊരു മോശമല്ലേ. അപ്പം വളരെ ദയനീയമാണ്. അത് തുരുമ്പെടുത്ത് അങ്ങെത്തി, അത് പെയിൻ്റ് അടിച്ചിട്ടൊന്നും കാര്യമില്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. പെയിൻറ്റിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു മാറ്റം കിട്ടും. പക്ഷേ അതിന് മുടക്കുന്ന ക്യാഷ് കൊണ്ട് പ്രത്യേകിച്ച് ഗുണം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു 2 വർഷം കൂടി ചിലപ്പം കൂടുതൽ മുന്നോട്ട് പോയേക്കാം. നല്ല രീതിയിൽ തുരുമ്പെടുത്തിട്ട് അങ്ങ് എത്തിയിട്ടുണ്ട് ഈ വീട്. ഇപ്പോൾ ഈ വർക്ക് ചെയ്തിരിക്കുന്നത് ഒരു 2 നിലയുടെ മുകളിലുള്ള റൂഫിങ്ങാണ്. അപ്പം വീടിൻ്റെ മുകളിലൊക്കെ റൂഫ് ചെയ്യുമ്പം അത്യാവശ്യം ശ്രദ്ധിക്കുക. അതായത് തീരെ ലോ ക്വാളിറ്റി ഷീറ്റുകൾ പരമാവധി ഇടാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അന്നത്തെ ചിലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പരമാവധി കുറഞ്ഞ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ. ഇതൊരു 10 വർഷം പോലും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് അവർ മൊത്തം കോൺട്രാക്റ്റ് കൊടുത്തൊരു വീടാണ്. അപ്പം ഇതിലേക്ക് എത്തി. അപ്പം അവർക്ക് അതിനകത്ത് കൂടുതൽ ഇതില്ല, അവർക്ക് ഇതിനെക്കുറിച്ച് വലിയ പിടിയില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം ഒരു 20-25 വർഷമെങ്കിലും കിട്ടണ്ടേ നമ്മൾ വീടിൻ്റെ മുകളിലൊക്കെ റൂഫ് ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ അത്രയെങ്കിലും കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് അതുകൊണ്ടുള്ള കാര്യമില്ലല്ലോ. ഒരു 4-5 ലക്ഷം രൂപയൊക്കെ മുടക്കി വീട്ടിൻ്റെ മണ്ടയിൽ റൂഫ് ചെയ്യുമ്പം മിനിമം ഒരു 20 വർഷമെങ്കിലും മിനിമം കിട്ടണം എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഒരു അഭിപ്രായം. അപ്പോൾ ഇത് 10 പോലും തികയുന്നതിന് മുമ്പ് ഈ അവസ്ഥയിലേക്ക് വരുമ്പം വീണ്ടും നമ്മളിനി റീപ്ലേസ് ചെയ്യുമ്പം ഈ അവസ്ഥയിലേക്ക് ഷീറ്റ് മൊത്തം മാറുക എന്ന് പറയുമ്പോൾ ഷീറ്റിന് മൊത്തം, അതായത് ഒരു വീടിൻ്റെ മുകളിൽ റൂഫ് ചെയ്യുന്നതിൻ്റെ പകുതിയിലധികം പണിക്കൂലിയും പൈപ്പിൻ്റെ ചിലവും കൂട്ടിക്കഴിഞ്ഞാൽ അതേ പൈസ തന്നെ വേണ്ടി വരും ഷീറ്റിന്. അതായത് പകുതി മൊത്തം വരുന്ന ചിലവിൽ പകുതിയോളം ഏകദേശം ഷീറ്റിന് മുടക്കണം. അപ്പോൾ അത്രയും പൈസയും കൂടി അന്നത്തെ കാലത്ത് മുടക്കിയതിനെക്കാട്ടും ഒരു 2-1 എക്സ്ട്രാ കൂടും. അന്നിപ്പോൾ ഒരു 2 ലക്ഷം മുടക്കിയിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പം ആ ഒരു വർക്ക് ചെയ്യണമെങ്കിൽ ഒരു 3 ലക്ഷം മുടക്കേണ്ടി വരും. ആ രീതിയിലേക്ക് 10 വർഷം കൊണ്ടാവും. അപ്പോൾ ആ രീതിയിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടിയൊക്കെ നല്ല രീതിയിലുള്ള ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വീണ്ടും അതേപോലെ ഒരു പൈസ മുടക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഷീറ്റിൻ്റെ പൈസ മാത്രം പോരല്ലോ, ഇത് ഇളക്കിയെടുക്കണം, ഇത് പണി വീണ്ടും ഫിറ്റ് ചെയ്യണം, അതിനുള്ള പൈസയും കാര്യങ്ങൾ, പിന്നെ സ്ക്രൂ അതുപോലെയുള്ള സാധനങ്ങളെല്ലാം വേണ്ടേ. എല്ലാം കൂടി വരുമ്പോഴത്തേക്കും നല്ലൊരു എമൗണ്ട്, ചിലപ്പം അന്ന് മുടക്കിയ അതേ എമൗണ്ട് തന്നെ വീണ്ടും മുടക്കേണ്ടി വരുന്നുണ്ട്. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ആളുകളോട് ചോദിച്ച് ഏത് ഷീറ്റാണെന്നും നല്ലത്, പിന്നെ അത്യാവശ്യം ഏത് ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കട്ടിയുള്ള ഷീറ്റും, തീരെ കുറഞ്ഞ ഷീറ്റുകൾ ഇടാതെ ഇച്ചിരി കട്ടിയുള്ളത്, ഒരു 4045 പോലെയുള്ള ഗേജുള്ള ഷീറ്റെങ്കിലും ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. തീരെ കുറഞ്ഞത് ഇട്ട് കഴിഞ്ഞാലുള്ള കുഴപ്പം ഇതേ കണ്ടീഷനിലാവും, അപ്പം അതൊക്കെ പോകും. അപ്പോൾ അതുപോലുള്ള ഷീറ്റ് എന്തിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ ഷെഡുകൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ മതി. അതായത് ഇപ്പോൾ ഫിക്സായിട്ടൊരു 10 വർഷം കിട്ടിയാൽ മതി, അല്ലെങ്കിൽ 15 വർഷം കിട്ടിയാൽ മതി എന്നുള്ള ഉദ്ദേശത്തിലൊക്കെ ചെയ്യുന്ന ഷെഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. വീടിൻ്റെ മുകളിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. വീടിൻ്റെ മുകളിൽ ചെയ്യുമ്പോൾ പരമാവധി നല്ല രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും കാലം നിങ്ങൾക്ക് ഉപയോഗിക്കാം. കാരണം ആ വീട് അതിന് വീണ്ടും വീടിന് വേണ്ടി മെയിൻ്റെനൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ടൊന്നും കിട്ടാനുണ്ടാവില്ല. അപ്പോൾ വീടിന് വേണ്ടി നമ്മൾ അങ്ങോട്ട് എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതുപോലെ റേറ്റൊക്കെ തർക്കിച്ച് ചെയ്ത് കഴിയുമ്പോൾ പൈപ്പിൻ്റെയും ഇതിൻ്റെ എല്ലാം അവസ്ഥ ഈ രീതിയിലേക്ക്, അതായത് ചിലവർ പ്രൈമർ പോലും അടിക്കാതെ പൈപ്പൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അപ്പം അത് കുറേയൊക്കെ വീട്ടുകാരുടെ പ്രശ്നമാണ്. കാരണം റേറ്റ് എത്രയും കുറഞ്ഞ് കിട്ടുന്നു ആ രീതിയിലേക്കൊക്കെ ആളുകളെ അങ്ങനെയുള്ള ആളുകൾക്ക് വർക്ക് കൊടുക്കും. അപ്പോൾ ആ രീതിയിലേക്ക് പോകും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പം രണ്ടാമത് ചെയ്യുമ്പോൾ മുടക്ക് വരുന്ന പൈസ എന്ന് പറഞ്ഞാൽ ചെറിയതല്ല. അപ്പോൾ നമ്മൾ കമ്പനി ഏതാണെന്നുള്ളതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അതുപോലെ തന്നെ നമ്മളിപ്പം കിട്ടുന്നതിൽ ലേറ്റസ്റ്റ് ഓരോ ജില്ലയിൽ ഓരോ കമ്പനികളാണ് കൂടുതലായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൽ കിട്ടാവുന്നതിൽ നല്ല കമ്പനി നോക്കി മറ്റുള്ളവർ ചെയ്തതിൻ്റെയും റിവ്യൂ ഒക്കെ നോക്കി വാങ്ങുന്നത് നല്ലതായിരിക്കും. അപ്പോൾ മെയിനായിട്ട് ഗേജ് കനം അത്യാവശ്യം കൂടിയത് വാങ്ങുക, തീരെ കനം കുറഞ്ഞ ഷീറ്റുകൾ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ചെയ്യാനുള്ളത്. കനം കുറയുന്നതിനനുസരിച്ച് തുരുമ്പെടുക്കാനുള്ള സാധ്യതകൾ, തുരുമ്പെടുത്ത് തുള വരാനുള്ള സാധ്യതകൾ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും കൂടുതൽ ബ്രാൻഡ് എന്ന് പറയുന്നത് ടാറ്റ കമ്പനിയുടെ ഷീറ്റുകൾ പോലും തുരുമ്പ് വരുന്നുണ്ട്. അപ്പം തുരുമ്പ് വന്നാലും അതിന് അത്യാവശ്യം ലാസ്റ്റിങ് കാര്യങ്ങൾ കിട്ടും. അതായത് അതിന് കട്ടി കുറഞ്ഞ് കിട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് പോകും. അപ്പം അതുപോലെ തന്നെ ഏത് കമ്പനി തിരഞ്ഞെടുക്കുക എന്നുള്ളതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. പക്ഷേ ഞാനിപ്പോൾ കമ്പനി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം ചിലപ്പോൾ 1 വർഷം കഴിയുമ്പോൾ ആ കമ്പനി ചിലപ്പോൾ ഉണ്ടാകുന്നില്ല, വേറെ കമ്പനി ആയിരിക്കും അന്നേരത്തെ ലേറ്റസ്റ്റ്. ഓരോ ജില്ലയിലും ഓരോ കമ്പനിയാണ് ഇപ്പം നിലവിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒരു ജില്ലയിൽ കിട്ടുന്ന കമ്പനി ആയിരിക്കില്ല മറ്റേ ജില്ലയിൽ കിട്ടുന്നത്. പക്ഷേ ഇത് തന്നെ മെയിനായിട്ട് കുറച്ച് കട്ടിയുള്ള ഷീറ്റുകൾ കാര്യങ്ങളൊക്കെ
ഉപയോഗിക്കുക. വർക്ക് അത്യാവശ്യം നീറ്റായിട്ടുള്ള ചെയ്യുന്ന രീതിയിൽ ചെയ്യുക. തുരുമ്പെടുത്ത് നശിച്ച് കഴിഞ്ഞാൽ പൈസ നമ്മൾ തന്നെയാണ് പോവുക. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ ചെയ്തിട്ട് ഇതുപോലെ അബദ്ധം പറ്റിയവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതുപോലെ എത്ര വർഷമായി, എത്ര വർഷം ലാസ്റ്റിങ് കിട്ടിയിട്ടുണ്ട്, ഏത് കമ്പനി ഷീറ്റാണ് നല്ലത്, നിങ്ങൾ ഉപയോഗിച്ചാൽ ഇത്രയും വർഷം കിട്ടിയ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. നല്ലതായിരിക്കും, മറ്റുള്ളവർക്കും കൂടി ഒരു ഉപകാരമായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ റൂഫിങ്ങിൻ്റെ വീഡിയോ ഒക്കെ ഒത്തിരി ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കയറി കാണാൻ ശ്രമിക്കുക. നമ്മൾ ഷീറ്റിൻ്റെ വീഡിയോയും ഏത് ഷീറ്റാണ് ഇട്ടതെന്നുള്ളത് പല വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. പല ഷീറ്റുകളിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരേ കമ്പനിയല്ല, പല കമ്പനികളും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോ കയറി കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ റൂഫിങ്ങിൻ്റെ ഓട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്ത വീഡിയോ ഒക്കെ ഒത്തിരി ചെയ്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം ടിപ്സുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കയറി കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വയ്ക്കുക, തുടർന്നും പെട്ടെന്ന് നിങ്ങൾക്ക് വീഡിയോ കിട്ടാൻ വേണ്ടി. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട.